إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما النصر إلا من عند الله സ്നേഹാദരണീയരായ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ വളരെ പെട്ടെന്ന് നമ്മിലേക്ക് കടന്നു വന്നു. അതിനേക്കാൾ വേഗതയിൽ നമ്മിൽ നിന്നത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ വേഗതയിലാണ് റബ്ബിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിന്റെ എല്ലാ പുണ്യങ്ങളും നേടാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നുപോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അവസാനിപ്പിച്ച ഒരു ഹദീസിന്റെ വാചകം, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബ ഇലൈഹി മിൻ മാലിഹി. സ്വന്തം സമ്പത്തിനേക്കാൾ, സ്വത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവൻ ആരാണ്? പ്രവാചകന്റെ ചോദ്യമായിരുന്നു അത്. ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരർ റസൂലിനോട് പറയുകയാണ്, മാ മിന്നാ മിൻ അഹദിൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി മിൻ മാലി വാരിസിഹി. ഞങ്ങളിൽ നിന്നൊരാളും തന്നെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഅ്ലമു, നിങ്ങൾ അറിയണം, അന്നഹു ലൈസ മിൻകും മിൻ അഹദിൻ ഇല്ലാ മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി. നിങ്ങളിൽ ഒരാളും തന്നെയില്ല
നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്തിനേക്കാൾ നിങ്ങളുടെ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും അനന്തരാവകാശിയുടെ സ്വത്തിനെയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനന്തര സ്വത്തിനെയാണ്, നമ്മിൽ നിന്ന് അനന്തരമുണ്ടാകാൻ പോകുന്ന സമ്പത്തിനെയാണ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മാലുക, നിന്റെ ധനമെന്ന് പറയുന്നത് മാ ഖദ്ദംത, നീ ചിലവഴിച്ചു ചെയ്തതാണ്. നിന്റെ മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ്. നിന്റെ മുൻപിൽ നിന്റേതായി നീ വസ്ത്രം വാങ്ങിയതോ, നീ ഭക്ഷണം കഴിച്ചതോ, നീ യാത്ര ചെയ്തതോ, നീ ചിലവാക്കിയതോ, ഇതൊക്കെയാണ് നിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ, ചിലവാക്കി പോയതിനെ നമ്മൾ ആരാ ഇഷ്ടപ്പെടുക? എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, വമാലു വാരിസിക, നിങ്ങളുടെ അനന്തരാവകാശിയുടെ സ്വത്ത് എന്ന് പറയുന്നത് മാ അഖർത, നിങ്ങൾ എന്താണോ ബാക്കി വെക്കുന്നത് അതാണ്. നമ്മുടെ കയ്യിൽ എന്താണോ ബാക്കിയുള്ളത്, നമ്മുടെ സമ്പത്തിൽ എന്താണോ നാം ബാക്കിയാക്കിയിട്ടുള്ളത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ, നമുക്ക് വസ്ത്രം വാങ്ങാൻ കഴിയാതെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ കടയിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കച്ചവടത്തിലെ നാം വിൽക്കാതെ വച്ചിരിക്കുന്ന നമ്മുടേതായ സ്വത്ത്, നമ്മുടെ വീട്, നമ്മുടെ ഭൂമി, അങ്ങനെ നാം ഉപയോഗിക്കാത്ത, ചിലവഴിക്കാത്തതാണ് നമ്മുടെ അനന്തരാവകാശിയുടെ സ്വത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, ഏതാണ് നമുക്കിഷ്ടമുള്ളത്? ഏതാണ് നമുക്കിഷ്ടമുള്ളത്? നമ്മുടെ അനന്തരാവകാശമായി മാറാൻ പോകുന്ന സ്വത്തിനെയാണോ, നാം ചിലവഴിച്ചു തീർത്തിട്ടുള്ള സമ്പത്തിനെയാണോ നാം ഇഷ്ടപ്പെടുക? നമ്മുടെ സമ്പത്ത് നമ്മുടേതായി മാറുന്നത് നാം ചിലവഴിക്കുമ്പോഴാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലാകുമ്പോ, അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള, നിബന്ധനയാക്കിയിട്ടുള്ള സക്കാത്താകുമ്പോ, അള്ളാഹു നമ്മോട് പ്രോത്സാഹനം നൽകിയിട്ടുള്ള സ്വതക്കയാകുമ്പോ അത് നമ്മുടേതായി മാറും. അതിവിടെയും നാളെ പരലോകത്തും നമ്മുടേതായി മാറും. അത് നമുക്ക് നഷ്ടമായി തീരുന്ന ഒന്നല്ല. നാം യഥാർത്ഥത്തിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ സക്കാത്തിനോട്, സ്വതക്കകളോട് ഏതൊരു നിലപാടാണോ നാം സ്വീകരിക്കേണ്ടത് അത് നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്നത് അതിഭീകരമായ അവസ്ഥകളിലൂടെയാണ്, വല്ലാത്ത പ്രയാസങ്ങളിലൂടെയാണ്. ഓരോ നിമിഷങ്ങളിലും നാം കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നവയാണ്. ആശങ്കകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അതിപ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന, അമേരിക്ക എന്ന് പറയുന്ന ഭീകര രാഷ്ട്രങ്ങൾ തീവ്രവാദത്തിന്റെ, ഭീകരതയുടെ ഭരണകൂടങ്ങളായി കൊണ്ടിരിക്കുന്നവർ മനുഷ്യർക്കുമേൽ, നിരപരാധികൾക്കുമേൽ, പിഞ്ചു കുഞ്ഞുങ്ങൾക്കുമേൽ, നിരപരാധികളായ ഒരു വിദ്യാലയത്തിലെ 200-ലധികം വരുന്ന പെൺകുട്ടികളുടെ മേൽ നരാധമന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ക്രൂരമായി വിശപ്പും പട്ടിണിയും സഹിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകൾക്ക് മേൽ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ചികിത്സാലയങ്ങൾക്കുമേൽ പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ വിതച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും മൗനികളായി തുടരുന്ന ഈ വേളയിൽ അവരുടെ അതിക്രമങ്ങളും ക്രൂരതകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ എന്തായിരിക്കണം നമ്മുടെ നിലപാട്?
എന്തായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ട വർത്തമാനങ്ങൾ നാം ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്ന് നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹുജറാത്തിന്റെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങളിലേക്ക് ഒരു അതിക്രമിയായ, ഒരു ഫാസിക്കായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു വാർത്തയുമായി നിങ്ങളിലേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെ വ്യക്തമായി അന്വേഷിക്കണം. എന്തിനാണ് വ്യക്തമായി അന്വേഷിക്കണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത്? അൻ തുസീബു ഖൗമൻ ബിജഹാല, ഒരു കൗമ്, ഒരു ജനത അജ്ഞതയിലേക്കായി തീരാതിരിക്കാൻ വേണ്ടിയാണ്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അതിന്റെ പേരിൽ ഖേദം അനുഭവിക്കേണ്ടി വരരുത് എന്നതാണ്. കിട്ടുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷങ്ങളിലും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ മെസ്സേജുകൾ പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന മെസ്സേജുകൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടി, കമന്റ് ചെയ്യാൻ വേണ്ടി വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അയച്ചത്, ആരാണ് തയ്യാറാക്കിയത്, എന്താണ് ആ മെസ്സേജിന്റെ പിന്നിൽ അവർക്കുള്ള ലക്ഷ്യമെന്ന് പോലും അറിയാതെ അത്തരത്തിലുള്ള മെസ്സേജുകൾക്ക് പിന്നാലെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ അത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യാനോ അത് പ്രചരിപ്പിക്കാനോ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതബയ്യനു, അതിനെ വ്യക്തമായി അന്വേഷിക്കാൻ ആരെങ്കിലും തയ്യാറാകാറുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ അത് പ്രചരിപ്പിക്കുന്നവരായി മാറരുത് എന്നതാണ്. ഏത് വാർത്തയാണ്, എന്ത് വാർത്തയാണ്, എന്താണ് അതിന്റെ ഉള്ളടക്കം, ആരാണത് തയ്യാറാക്കി വിട്ടിട്ടുള്ളത്, അത് അയച്ചവന് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, ഇതറിയാതെ പല ആളുകളും പലതും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി എന്ന നിലയിൽ അവിടെ നാം എടുക്കേണ്ട നിലപാടുകളുണ്ട്. അത് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നുകിൽ അതിനെ ഫതബയ്യനു, കൃത്യമായി അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അതുവഴി ഒരു സമൂഹം, ഇത് ഷെയർ ചെയ്തിട്ടുള്ളയാൾ, അയാൾ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അതിന്റെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വർത്തമാനത്തിന്റെ പേരിൽ പലപ്പോഴും ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ തമ്മിൽ പോലും പലപ്പോഴും അതിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള അക്രമങ്ങൾ, ചെറിയ ചെറിയ കുട്ടികളാണ്. എന്തായിരുന്നു അതിന്റെ കാരണം പറയുന്നത്? മുൻപിലെ കാഴ്ച കാണാതിരിക്കാൻ വേണ്ടി കാലിൽ കയറി നിന്നെന്നോ തടസ്സമായി എന്നോ പറഞ്ഞതിന്റെ പേരിലുള്ള തുടങ്ങിയിട്ടുള്ള വാക്കുതർക്കം. ഇതാ ഏതാനും സമയങ്ങൾക്ക് മുൻപ് ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. 18-കാരനായ ഒരു കുട്ടി, മനുഷ്യന്മാർ അടിച്ചുകൊല്ലുന്ന, കുട്ടികൾ തന്നെ അടിച്ചുകൊല്ലുന്ന, മരക്കഷ്ണങ്ങൾ കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന അത്തരത്തിലുള്ള അതിഭീകരമായ അന്തരീക്ഷങ്ങൾ എന്തേ തുടങ്ങി വെച്ചത്? വളരെ ചെറിയ വാക്കുതർക്കങ്ങളാണ്, ചെറിയ തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ എത്തിപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ തന്നെയും ഏറ്റവും വലിയ പ്രയാസത്തിലേക്കോ ഖേദത്തിലേക്കോ ദുഃഖത്തിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ പല വാർത്തകളും അത്തരത്തിലുള്ളവയെ വിശ്വാസി എന്ന നിലയിൽ വായിക്കാം, വായിക്കേണ്ട എന്നല്ല. പക്ഷേ അത് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആലോചിക്കുക, അതിന്റെ പേരിൽ അത് കൃത്യമായി അറിയുകയും അത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യണമെന്നതാണ്. ചരിത്രത്തിൽ താർത്താരികളുടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താർത്താരികൾ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നദികൾ രക്തപ്പുഴകളായിരുന്നു, മയ്യത്തുകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സമർക്കന്ത് മുതൽ ബാഗ്ദാദ് വരെയുള്ള നാടുകൾ പിടിച്ചടക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും, ഇബ്നുൽ അസീർ എന്ന് പറയുന്ന ചരിത്രകാരൻ, അൽ കാമിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്, 9 വാല്യങ്ങളുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, എല്ലാ പുരുഷന്മാരെയും, മുസ്ലിം പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയായിരുന്നു അവർ. ആ കൊന്നൊടുക്കിയതിന് പിന്നാലെ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് തുറന്ന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നത് അതിദയനീയമായ കാഴ്ചകൾ കാണേണ്ടി വന്ന ഒരു ചരിത്രമായിരുന്നു താർത്താരികളുടെ അക്രമം എന്ന് പറയുന്നത്. തുടങ്ങി വെക്കാനുണ്ടായ ഒരു കാരണം,
മംഗോളിയക്കാർ വസ്ത്രവ്യാപാരത്തിനു വേണ്ടി കടന്നു വന്നപ്പോ ഖ്വാരിസം ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരി അവരെ കൊലപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തതിന്റെ കാരണങ്ങളാണ് അത് തുടങ്ങി വെച്ചത്. പക്ഷേ തുടങ്ങിയത് നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരു ഭാഗം മുഴുവൻ തകർത്ത അവസാനം ബാഗ്ദാദിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് താർത്താരികളുടെ അക്രമം കഴിഞ്ഞുപോയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. തുടങ്ങി വെക്കുന്നത് ചെറിയ ഏതെങ്കിലും ഒരു കാരണങ്ങളായിരിക്കും, പക്ഷേ അതുവഴി ഉണ്ടായിത്തീരുന്നത് എത്ര വലിയ അപകടങ്ങളാണെന്നറിയാമോ? 967 ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുന്നത്, ഈജിപ്തിന്റെ ഭരണം നഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ അതിദയനീയമായ അക്രമങ്ങൾ ഉണ്ടായിത്തീരുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടായിരുന്ന സൈന്യങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. എല്ലാവരും ജമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് മുഴുവൻ റഡാറുകളും നിരീക്ഷണ ക്യാമറകളും ഓഫാക്കണം എന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത് ഓഫാക്കി വെച്ച സമയത്താണ് അക്രമികളായ ആളുകൾ അവിടെ കടന്നക്രമിക്കുകയും 967 ഫലസ്തീനിനെ അവർ അതിക്രമിച്ച് കീഴടക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ടായിട്ടുള്ളത്. ഒരു മെസ്സേജ്, അത് ആരോ ഒരാൾ അയച്ച മെസ്സേജ് ആയിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ മെസ്സേജുകൾ കുടുംബ തർക്കങ്ങളിലേക്ക്, വാക്ക് തർക്കങ്ങളിലേക്ക്, സമുദായങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഭാഗീയതകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അബ്ബാസിയ ഖിലാഫത്തിന്റെ തകർച്ചയുണ്ടായിട്ടുള്ള കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കതവിടെ വായിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികൾ എന്താണ് അവിടെ എടുക്കേണ്ട നിലപാട് എന്നതാണ്. രണ്ടാമത്തേത്, നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ അക്രമികളായ, ക്രൂരന്മാരായ, നരാധമന്മാരായ, ഭീകര ഭരണകൂടങ്ങളായ ആളുകൾ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭരണകൂടങ്ങൾ ഓരോ രാജ്യങ്ങളിലേക്കും കടന്നാക്രമിക്കുകയാണ്. അവിടുത്തെ സാമ്പത്തികമായ സ്രോതസ്സുകൾ, എണ്ണയുടെ സ്രോതസ്സുകൾ, അണുവായുധത്തിന്റെ പേരിൽ, അറ്റോമിക് ബോംബുകളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലിബിയയെ, ഇറാഖിനെ, സിറിയയെ, അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളെയും തകർത്തു. ഇനി അവർ ഇറാനിലേക്ക് കടക്കുകയാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആക്രമിക്കപ്പെട്ടവരുടെ, പീഡിതരുടെ കൂടെ നിൽക്കുക എന്നതാണ്. ഷഹീദ് ആരാകണം, ആരാകണ്ട എന്ന് തീരുമാനിക്കേണ്ടത് റബ്ബാണ്. അവിടെ നമ്മളല്ല ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, പീഡിപ്പിക്കപ്പെടുന്നവർ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും അവിടെ മർദ്ദിതരുടെ കൂടെ നിൽക്കാൻ വിശ്വാസികൾക്ക് സമയം ലഭിക്കേണ്ടതുണ്ട്, വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. മർദ്ദിക്കപ്പെടുന്നവർ അവരാരായാലും. ലോകത്ത് ഇന്ന് ഐക്യരാഷ്ട്രസഭ പോലും നിശബ്ദരാണ്. ഗാസയിലെ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയിട്ട് ക്രിയാത്മകമായ ഒരു ഇടപെടൽ പോലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായതായി നമുക്കറിയില്ല. എന്നാൽ ഉക്രൈനിൽ റഷ്യ നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്ക് അതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മുസ്ലിം ഭരണകൂടങ്ങളോ, ഇസ്ലാമിക ഭരണകൂടങ്ങളോ, അല്ലെങ്കിൽ മുസ്ലിമുകളായ മനുഷ്യരോ അവർ നശിക്കുമ്പോ, അവർ മരിക്കുമ്പോ, അവിടെ പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുമ്പോ, അവിടെ പിഞ്ചോമരകളെ ഇല്ലാതാക്കുമ്പോ, പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും പട്ടിണിക്കിട്ട് കൊല്ലുമ്പോ അവിടെ ആരും മിണ്ടുന്നില്ല, അവിടെ ആരും ശബ്ദിക്കുന്നില്ല. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. നീതിയുടെ ശബ്ദം എന്താണ്? ആക്രമിക്കപ്പെടുന്നവരുടെ, അവരാരായാലും അവരോടൊപ്പം നിൽക്കുക എന്നതാണ് വിശ്വാസിയുടെ, നീതിയുടെ ശബ്ദം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നാടുകളിലേക്ക് അവിടെ അഹ്ലുസുന്നത്തിന്റെയോ ഷിയയുടെയോ ഷിയാക്കളുടെയോ ഒക്കെ വിഭാഗങ്ങൾ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു ഘട്ടത്തിൽ, ഇത്തരം ഒരു സന്ദർഭത്തിൽ എല്ലാ ഭാഗത്തേക്കും കടന്നു കയറിയിട്ട് പലതരത്തിലുള്ള സിയോണിസ്റ്റുകളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ, ഇനിയും ഒരു നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള അവർ നടത്തിവെക്കാനുള്ള ശ്രമങ്ങൾ, ഫലസ്തീൻ മുതൽ മദീന വരെ തങ്ങൾക്ക് കീഴിലാക്കണമെന്ന അവരുടെ കൃത്യമായ അജണ്ടയുടെ ആസൂത്രണത്തിന്റെ പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരാധമ വേട്ട ഇവിടെ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പീഡിതരായിക്കൊണ്ടിരിക്കുന്ന, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രിയമുള്ളവരെ, അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകൾ, വിവിധങ്ങളായ പ്രദേശങ്ങൾ ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്.
കൃത്യമായ ലക്ഷ്യങ്ങളും ആസൂത്രണങ്ങളും സാമ്പത്തികമായ ലക്ഷ്യങ്ങളും ആയുധ കച്ചവടങ്ങളും പരസ്പരം പോരടിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് അവിടെ ആയുധ കച്ചവടങ്ങളും അതുപോലെ തന്നെ എണ്ണ സ്രോതസ്സുകളും അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. വിശ്വാസികളെ നമ്മൾ ആലോചിക്കേണ്ടത്, വലൻ തർലാ അൻകൽ യഹൂദു വന്നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദികളും നസാറാക്കളും അവരുടെ മില്ലത്ത് നമ്മൾ പിൻപറ്റുന്നത് വരെ അവർക്ക് തൃപ്തിയാവുകയില്ല എന്നതാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായി തീരണമെങ്കിൽ ഒന്നാമതായി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ സാമീപ്യമുള്ളവരായി മാറാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിച്ചുവോ? 15 നോമ്പ് കഴിഞ്ഞു, വിശുദ്ധ ഖുർആനിലേക്ക് എത്ര അടുത്തു? എത്ര ആയത്തുകളിലൂടെ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചു? എത്ര രാപ്പകലുകളെ അള്ളാഹുവുമായി നാം സംഭാഷണം നടത്തി? എത്ര രാത്രി നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി? അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര നമ്മൾ സ്വതക്ക ചെയ്തു? റമദാനിന്റെ മുൻപിലെ ശഅബാനും റജബും പോലെ റമദാനിന്റെ 15 നിരാത്രങ്ങളും കഴിഞ്ഞുപോയോ? ആലോചിക്കുക. നമ്മൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകാനാണെങ്കിൽ എങ്ങനെയാണ് റബ്ബിന്റെ സഹായവും റബ്ബിന്റെ സാമീപ്യവും നമുക്കുണ്ടായി തീരുക? അള്ളാഹുവിലേക്ക് അടുത്തുവോ നമ്മൾ? അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്ന വിഭാഗങ്ങളായി മാറാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യർക്ക്, മുസ്ലിമുകൾക്ക് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത്, പല യുദ്ധങ്ങളും പല പ്രധാനപ്പെട്ട യുദ്ധങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ളത് റമദാനിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം ഫലസ്തീൻ രണ്ടാമത് പിടിച്ചടക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ രംഗം, അവിടെ അദ്ദേഹം തന്റെ സൈന്യത്തിന് സമീപത്തുകൂടി നടക്കുന്നുണ്ട്. രാത്രികളിൽ നടന്നു പോകുമ്പോ കിടന്നുറങ്ങുന്നവരായ സൈന്യത്തെ കാണുമ്പോൾ അദ്ദേഹം പറയും, നമുക്ക് പോരാടാനുള്ള സമയമായിട്ടില്ല എന്ന്. പിന്നെയും കുറെ നാളുകൾ കഴിഞ്ഞു വീണ്ടും തങ്ങളുടെ സൈന്യത്തിന്റെ ടെന്റുകൾക്കരികിലൂടെ നടന്നു പോകുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരായ വിശ്വാസികളെ കാണുമ്പോ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമുക്ക് പോരടിക്കാനുള്ള സമയമായിട്ടുണ്ട്, തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ ക്ഷണിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ റമദാനിന്റെ രാവുകളെ, റമദാനിന്റെ രാത്രികളെ പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആർക്കാണ് ഉറപ്പുള്ളത്? ആർക്കാണ് ഉറപ്പുള്ളത് ഇനിയൊരു റമദാൻ ഞാനും നിങ്ങളും ഇതുപോലെ വന്നിരിക്കുമെന്ന്? ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? പ്രിയമുള്ളവരെ, രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ശരീരത്തിന്റെ ചലനം ഒരല്പമൊന്ന് നിലച്ചുപോയാൽ, എവിടെയെങ്കിലും ഒന്ന് നിലച്ചുപോയാൽ തളർന്നു വീഴുകയല്ലേ മനുഷ്യൻ? ഇനി എവിടേക്കാണ് നാം കാത്തിരിക്കുന്നത്? ഇനി ആരെയാണ് നാം കാത്തിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം അവസരങ്ങൾ കിട്ടിയിട്ട്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇത്രയധികം സമയങ്ങൾ കിട്ടിയിട്ട്, 15 നോമ്പ് ഈ വർഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയിട്ട്, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് അകന്ന് അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു വീണ്ടും വിചാരം എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ സന്തോഷങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിൽ നമ്മോട് നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ യാത്രയിൽ, ഈ സമയത്ത് നാം എങ്ങാനും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി എങ്ങാനും മടങ്ങേണ്ടി വന്നാൽ, കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിന്റെ സമീപത്തുകൂടി ഏതൊരു സമയത്തും കടന്നു വരുമ്പോ പ്രിയപ്പെട്ട എന്റെ ഒരു സുഹൃത്തിന്റെ മുഖം ഓർമ്മ വരും. അബ്ദുറസാഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, 40 വയസ്സ് പ്രായമുണ്ടായിരുന്ന അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് തന്റെ മകനെ വാടാനപ്പള്ളിയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കിയൊരു മഴയത്ത് തന്റെ വാഹനത്തിൽ തിരിച്ചു പോരുമ്പോഴാണ് ആ സുഹൃത്ത് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാതെ, തന്റെ വീട്ടുകാരുടെ എല്ലാം പ്രതീക്ഷയായിരുന്ന, സജീവമായ ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം
അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ എത്ര മയ്യിത്തുകൾക്ക് പിന്നാലെ അനുഗമിച്ചവരാണ് നമ്മൾ. പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ, അതിന്റെ സമീപത്ത് കൂടി നടന്നു പോകുമ്പോ നമ്മുടെ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ അവിടെ നാം കബറടക്കിയിട്ടുണ്ട്. അവരെ ഓർമ്മിക്കാറില്ലേ? ഇനി എവിടെ വരെയാണ് എന്റെയും നിങ്ങളുടെയും യാത്ര എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പുനരാലോചന, ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടായിത്തീരേണ്ടതില്ലേ? പരിശുദ്ധ റമദാൻ ഷഹ്റു സബറാണ്, ക്ഷമയുടെ മാസമാണ്. ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. അതുപോലെ തന്നെയാണ് ഷഹ്റുൻ നസ്ർ, സഹായത്തിന്റെ മാസം കൂടിയാണ് റമദാൻ. പരിശുദ്ധമായ ഈ റമദാനിലാണ്, റമദാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള ഒന്നാമത്തെ ആ റമദാനിലാണ്, റമദാൻ 17-ന് അള്ളാഹുവിന്റെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോകുന്ന ഒരു യാത്ര, ഒരു ബദർ യുദ്ധമായി മാറുന്നത്. അവിടെ 313ഓളം വരുന്ന സഹാബത്ത്, ഒടിഞ്ഞു തൂങ്ങിയിട്ടുള്ള അവരുടെ വാളുകൾ, ദുർബലരായ അവരുടെ കുതിരകൾ, ഒട്ടകങ്ങൾ, നോമ്പ് നോറ്റ് 16 ദിവസവും നോമ്പ് നോറ്റ മുസ്ലിമുകളായ സഹാബത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, പ്രവാചകരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. സ്വർഗത്തെ അത്രയേറെ മോഹിച്ചിരുന്നു അവർ, സ്വർഗത്തെ അത്രയേറെ കൊതിച്ചിരുന്നു അവർ. സ്വഹാബത്തിന്റെ സ്വർഗത്തോടുള്ള കൊതി ഹുമൈം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഈത്തപ്പഴം തിന്നുന്നത് പോലും ഒരു തന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി തീരരുത് എന്ന് പറഞ്ഞ് ആ സമയം പോലും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാകുന്ന പ്രവാചകന്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ അനുയായികളായ പിൻഗാമികളായ ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രിയമുള്ളവരെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നത്? ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന വേളകൾ നമുക്ക് കാണാൻ കഴിയും. യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്റെ ശരീരത്തിന്റെ മുഖ്യഭാഗത്തേക്ക് കുന്തം കയറ്റിയിട്ട് അവിടെ അവരെ കൊലപ്പെടുത്തുന്ന ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കുടുംബം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിദയനീയമായി ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക, ഇന്ന മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്ക് വരാനുള്ളത് സ്വർഗമാണ് എന്ന് പറഞ്ഞ് പ്രവാചകന് വർത്തമാനം പറയാനല്ലാതെ അതിദയനീയമായി നോക്കേണ്ടി വന്ന ആ രംഗം. സ്വർഗമായിരുന്നു അവരുടെ പ്രതീക്ഷ, സ്വർഗമായിരുന്നു അവരുടെ കൊതി, സ്വർഗത്തോടായിരുന്നു അവരുടെ മുഹബ്ബത്ത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ എന്തു ത്യാഗം സഹിക്കാൻ കഴിഞ്ഞു, എന്തൊന്ന് പരിശ്രമിക്കാൻ കഴിഞ്ഞു, എത്രയേറെ ഓടാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രയേറെ പരിശ്രമിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ജീവിതം കൊണ്ട്, ആയുസ്സുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രയോടി, എത്ര പേർക്ക് തണലാകാൻ കഴിഞ്ഞു, എത്ര പേർക്ക് കാരുണ്യമാകാൻ കഴിഞ്ഞു, എത്ര പേരുടെ വിശപ്പകറ്റാൻ കഴിഞ്ഞു, എത്ര പേരോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു, എത്ര പേർക്ക് ആശ്രയം നൽകാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ട്. ബദർ റമദാനിലായിരുന്നു. ബദറിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ. ആ സഹാബത്ത് ദുർബലരെന്ന് നമുക്ക് തോന്നാവുന്ന ആ സഹാബത്ത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അവരുടെ സഹായം മാത്രം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായമല്ലാതെ മറ്റൊരു സഹായവും പ്രതീക്ഷിക്കാതെയായിരുന്നു അവർ മുന്നോട്ട് പോയത്. ശത്രുക്കളോട് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ശൈആ, വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ശൈആ വലൗ കസുറത്. മനസ്സിൽ കോർത്തു വെക്കേണ്ടെന്ന, ചേർത്തു വെക്കേണ്ടെന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് പ്രിയമുള്ളവരെ. വലൻ തുഗ്നിയ അൻകും, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല, ഫിഅതുകും, നിങ്ങളുടെ സംഘങ്ങൾ, നിങ്ങളുടെ സൈന്യങ്ങൾ, നിങ്ങളുടെ സന്നാഹങ്ങൾ, നിങ്ങളുടെ എത്ര വലിയ യുദ്ധക്കോപ്പുകളാണെങ്കിലും
വലൗ കസുറത്ത്, അത് എത്ര ആധികരിച്ചതാണെങ്കിലും നിങ്ങൾക്ക് അതൊന്നും ഉപകാരപ്പെടാൻ പോകുന്നില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസികളോടുള്ള, മുഅ്മിനുകളോടുള്ള, ഈമാൻ ഉള്ളവരോടുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്തോഷ വർത്തമാനങ്ങളാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ സഹായമേ ഇനി പ്രതീക്ഷിക്കാനുള്ളൂ നമുക്ക്. ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിക്കുന്നു, ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുന്നു, അതുപോലെ തന്നെ സംസാരിക്കേണ്ടവർ ഒന്നും സംസാരിക്കുന്നില്ല, ശബ്ദിക്കേണ്ടവർ ഒന്നും ശബ്ദിക്കുന്നില്ല. അള്ളാഹുവിന്റെ സഹായം മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുള്ളൂ. അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ കഴിയണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിയുന്നവർ, അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പലതും സിയോണിസ്റ്റുകളുടെ തന്നെ കുതന്ത്രങ്ങളുടെ ഭാഗമാണ് എന്ന് പലരും പറഞ്ഞു വെക്കുന്നു. മുസാദിന്റെ ഇടപെടലുകളാണ് എന്ന് പലരും പറഞ്ഞു വെക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക്, ഗൾഫ് നാടുകളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ, ഗൾഫ് യുദ്ധങ്ങൾ മുൻപ് സാമ്രാജ്യത്വ ശക്തികൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അവരുണ്ടാക്കിയെടുത്ത പല പേരുകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്, പല നാമങ്ങളുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് അവർ കൊന്നൊടുക്കിയിട്ടുള്ള ഒരുപാട് നിരപരാധികളുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രവാസികളായി ഗൾഫ് നാടുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം നമുക്ക്. ഇതെല്ലാം സമാധാനത്തിന്റെ രൂപത്തിലേക്ക് സമാധാനമായി തീരേണ്ടതുണ്ട്, എത്രയും വേഗം അവസാനിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്, യൂറോപ്യൻ നാടുകളിലേക്ക് പോകുന്നവർ ചിലപ്പോ നാടുകളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നില്ല. എന്നാൽ ഗൾഫ് നാടുകളിലേക്ക് പോയിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവർക്ക് ലക്ഷ്യം കുടുംബമാണ്, അവരുടെ ലക്ഷ്യം നമ്മുടെ നാടുകളിലെ വികസനമാണ്, അവരുടെ ലക്ഷ്യം നമ്മുടെ സ്ഥാപനങ്ങളാണ്. നമ്മുടെ പള്ളികൾ, മദ്രസകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അകമൊഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ കണ്ണീരണിഞ്ഞു പ്രാർത്ഥിക്കണം. പല കുടുംബങ്ങളും അവർ പട്ടിണിയിലായാൽ, അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പല കുടുംബങ്ങളും പട്ടിണിയിലേക്ക് വഴിമാറും, പല കുടുംബങ്ങളും അനാഥരാകും. വീടുകളിലേക്ക് വരാൻ കഴിയാതെ ഉപ്പമാർ, സഹോദരങ്ങൾ, മക്കൾ വീടുകളിൽ, റൂമുകളിൽ അടഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നാൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാട് അനുഭവിക്കേണ്ടി വരും. നേർക്ക് നേരെ അത് അനുഭവിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. അള്ളാഹു അവർക്ക് സമാധാനം നൽകി, സ്വസ്ഥത നൽകി, അവരുടെ ജീവിതത്തെ സാധാരണ ജീവിതമാക്കി നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. നമസ്കാരങ്ങൾക്ക് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നാം സമയം കണ്ടെത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോ അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുള്ളത് ഈ റമദാനിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റമദാനിൽ അവരുടെ പ്രാർത്ഥനകൾ, പ്രവാചകന്റെ കൈകൾ ഉയർത്തിയ പ്രാർത്ഥനകൾ, പ്രവാചകന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ള സ്വഹാബത്തിന്റെ രാത്രികളുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തിയിട്ട് തങ്ങളുടെ തോളുകളിൽ ഉണ്ടായിരുന്ന തോൾ വസ്ത്രങ്ങൾ പോലും താഴേക്ക് വീണുപോകുമാറ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രവാചകൻ ഇരുന്ന ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. എത്ര ദുർബലരായ ആളുകളോടാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പക്ഷേ അതിനു നമ്മുടെ ഈമാൻ, നമ്മുടെ ഇഖ്ലാസ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് നമ്മിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ബദറിന്റെ ദിനം എന്താണ്? ബദർ ദിനം എന്ന് പറയുന്നത് സ്വഹാബത്ത് നോമ്പ് നോറ്റ് പ്രയാസങ്ങൾ അനുഭവിച്ച് ദുർബലരായ അവർ ഒടിഞ്ഞ വാളുകളും അതുപോലെ തന്നെയുള്ള കുതിരകളുമായി അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളാണിത്. ഈ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് വിശ്വാസികൾക്ക് വലിയ വലിയ മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം നൽകി വിളിച്ചു പറഞ്ഞ് ആഘോഷിക്കാൻ കഴിയുന്നത്? വിശ്വാസിക്ക് സാധിക്കില്ല പ്രിയമുള്ളവരെ. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആശയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ കഴിയുന്നത് ഹിജറ 2-ാം വർഷമല്ലേ? ആ ബദറിന് ശേഷം പ്രവാചകൻ വീണ്ടും ജീവിക്കുന്നില്ലേ? അവിടെ എവിടെയും ഒരായത്ത് പോലും, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയല്ലോ, ഒരായത്തിൽ പോലും അങ്ങനെയുള്ള ഒരു ആചാരത്തെ, അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനത്തെ എത്ര ആണ്ടുകൾ അവിടെ കഴിഞ്ഞു. പ്രവാചകൻ എത്ര ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചിട്ടുണ്ട്,
എത്ര മൃഗങ്ങളെ പ്രവാചകൻ ബലിയറുത്തിട്ടുണ്ട്, എത്ര പേർക്ക് പ്രവാചകൻ ആ സന്തോഷത്തിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്, എത്ര പ്രവാചകന്റെ അനുയായികൾ എത്ര മാലകൾ പാടിയിട്ടുണ്ട്, ബൈത്തുകൾ പാടിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ബദരീങ്ങളാൽ തുണറബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഒരുപാട് വരികൾ. ബദരീങ്ങളുടെ തുണ കൊണ്ട് ഞങ്ങളെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിനു പകരം ഈ റമദാനിന്റെ രാപ്പകലുകൾ പുരോഹിതന്മാർ അത്തരത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, അന്വേഷിക്കുക. പ്രവാചക ചരിത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെയൊന്ന് കാണാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട പള്ളികളിൽ നിന്ന്, ഖുർആൻ കേൾക്കേണ്ട സമയങ്ങളിൽ ഖുർആനിന് പകരം ഇതുപോലെയുള്ള മാലകളും ഇതുപോലെയുള്ള ബൈത്തുകളും പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പാടുമ്പോ അതിന് പിന്നണിയായി പലരും അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അനുയായികൾ പലപ്പോഴും അതിനെ പിന്തുടർന്നു പോയിട്ടുണ്ടാകും. സത്യമായി മനസ്സിലാക്കണം, കൃത്യമായി അറിയണം എന്താണ് വിശുദ്ധ ഖുർആൻ, എന്താണ് ബദർ, എന്തിനായിരുന്നു ബദർ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്ന രണ്ട് വിഭാഗവും പാട്ടുകളിൽ അത് പാടി ഇങ്ങനെ പറയുന്നുണ്ട്. അബൂജഹലും അബൂലഹബും അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനോട് കാബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലും അനുയായികളും അള്ളാഹുവിനോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചത്. അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിച്ചിട്ടില്ല. അവർ ലാത്തയോടും ഉസ്സയോടും ഹബലിനോടും പ്രാർത്ഥിക്കുന്നവരായിരുന്നു അബൂജഹലിന്റെ വിഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിനു പകരം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, അള്ളാഹു മതി ഞങ്ങൾക്കെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബദറിലേക്ക് പോയത്, ഉഹുദീങ്ങൾ ബദറിലേക്ക് പോയത്. പക്ഷേ പ്രിയമുള്ളവരെ, അതിനു പകരം അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവരുടെ തുണ തേടുന്നവർ ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോടല്ലേ നാം തേടേണ്ടത്? അള്ളാഹുവിനോട് തേടുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ പ്രാർത്ഥനകളുടെ മാസമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വളരെയേറെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ, അവസാന 10 ദിനരാത്രങ്ങളെ കാത്തിരിക്കുകയാണ് നമ്മൾ. എഴുത്തിക്കാഫിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമായി തീരണം. കുൽമാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? നമ്മുടെ പ്രാർത്ഥനകളാണ് അള്ളാഹുവിൻ്റെ പരിഗണനക്ക് അർഹരായി നമ്മൾ മാറുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും വേണ്ടിയും, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, ലോകത്ത് യുദ്ധം കൊണ്ട് കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ റമളാനിന്റെ രാപ്പകലുകളെ അള്ളാഹുവിനോട് മനമുരുകി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടി, നമ്മുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആരോഗ്യം, ആയുസ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകൻ പോലും പ്രാർത്ഥിക്കുകയായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നത് ഓരോ വേളകളും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്കെപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പിശുക്ക് കാണിക്കാൻ തോന്നുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. അള്ളാഹുവെ, മുഅ്മിനുകളിൽ, മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാനുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് കെയർ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ലുക്കീമിയ ബാധിച്ചു വരുന്ന കുട്ടികൾക്ക്
ഹോസ്പിറ്റലിൽ കഴിയേണ്ട അല്ലെങ്കിൽ പുറത്തു കഴിയേണ്ട സന്ദർഭങ്ങളിൽ സുരക്ഷിതമായി സൗജന്യമായി താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കെയർ ഹോം എന്ന് പറയുന്നത്. ആർക്കും എവിടെയുമുള്ള ആളുകൾക്കും അവിടെ ചെന്ന് അത്തരത്തിലുള്ള ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആ സ്ഥാപനം, അതിനുവേണ്ടി റമദാനിലെ കളക്ഷനുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 16 ലക്ഷത്തിലധികം രൂപ ഒരു മാസം ചിലവ് വരുന്ന ആ സ്ഥാപനത്തിനെ അകമഴിഞ്ഞു സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം, സഹായിക്കണം എന്ന് നമസ്കാര ശേഷം അതിനുവേണ്ട ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ കുറവുകളെ ഇല്ലാതാക്കി കളയുന്ന നോമ്പിന്റെ കുറവുകളുടെയും പോരായ്മകളെയും നികത്താൻ കഴിയുന്ന ഫിത്ർ സക്കാത്ത്, പരമാവധി ഫിത്ർ സക്കാത്ത് നൽകി എല്ലാവരും ആ ഒരു ബാധ്യതയിൽ നിന്ന് പിറന്നു വീഴുന്ന കുഞ്ഞിന് പോലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന പ്രവാചകന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ പള്ളിയിൽ ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്നുണ്ട്. 175 രൂപയാണ്. ഏറ്റവും അർഹരായ ആളുകളിലേക്കാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നാടുകളിൽ ഒരു പള്ളിയിൽ മുഴുവൻ അരി ശേഖരിച്ച് ആ പള്ളിയുടെ കീഴിലുള്ള ആളുകൾക്ക് തന്നെ വിതരണം ചെയ്യുന്ന ഫിത്ർ സക്കാത്തുകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതല്ലല്ലോ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. കൃത്യമായി അർഹരായ ആളുകളിലേക്ക് അതെത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഫിത്ർ സക്കാത്ത് നൽകാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഈ റമദാനിനെ നമ്മുടേതാക്കി മാറ്റാൻ, റമദാനിന്റെ രാപ്പകലുകളിൽ കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹുവെ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മുഅ്മിനുകളിൽ മുത്തഖികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ നിന്നോട് ഞങ്ങൾ തേടുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ നാഥ. ലോകത്തിന്റെ വിവിധ നാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പിഞ്ചു പൈതങ്ങൾ ഗാസയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഇറാനിന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ, ലിബിയയുടെ മണ്ണിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, യുദ്ധത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ അഭയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉപ്പമാർ, ഉമ്മമാർ, മക്കൾ ലോകത്തിന്റെ ഗൾഫ് രാജ്യങ്ങളുടെ വ്യത്യസ്തമായ മേഖലകളിൽ ജോലിയെടുക്കാൻ വേണ്ടി വീടും നാടും ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്ക് സമാധാനവും സ്വസ്ഥതയും ആശ്രയവും അഭയവും സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാടുകളിലേക്ക് മടങ്ങാനിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട് മടങ്ങാൻ കഴിയാത്തവരുണ്ട്. റഹ്മാനായ നാഥ, അവരുടെ തടസ്സങ്ങൾ നീ അവർക്ക് നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ അള്ളാഹു അവരിൽ നിന്നും നീ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, റഹ്മാനായ നാഥ, നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഞങ്ങളിലെ യുവാക്കൾ നിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന, നന്മയിൽ പണിയെടുക്കുന്ന, അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരായി ഞങ്ങളുടെ യുവാക്കളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഭാര്യമാർ, വീടുകളിൽ കഴിയുന്നവർ, അള്ളാഹുവെ, അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രായമായ ഉപ്പമാർ, ഉമ്മമാർ, വീടുകളിൽ കഴിയുന്നവർ, രോഗികളായവർ, റഹ്മാനായ നാഥ, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഓപ്പറേഷനുകൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്നവരുണ്ട്, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഓപ്പറേഷനുകൾ, പ്രയാസങ്ങൾ എത്രയും വേഗം നീക്കിക്കൊടുക്കണമേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കടബാധ്യതകൾ നീക്കിത്തരയണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ കഴിയുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവേ, അവർക്ക് അഭയം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്രാജ്യത്വ ശക്തികളെ പാഠം പഠിപ്പിക്കണമേ തമ്പുരാനെ. ഗൾഫ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ, ആ നാടുകൾ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നവർ, അള്ളാഹുവേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി, ഊർജവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക നൽകുന്നവർ, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയും അതുപോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടി നടക്കുന്നവർ, ദാനം ചെയ്യുന്നവർ, അള്ളാഹുവേ, അവർക്ക് അവരുടെ ദാനങ്ങൾക്ക് ഇരട്ടിയായി ഉന്നതമായ പരലോകത്ത് പ്രതിഫലം നൽകുന്ന ആ ഇരട്ടിയായി നൽകുന്നതിൽ അവർക്ക് നീ നൽകി അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു, റമദാനിന്റെ ഈ അവസാന രാപ്പകലുകൾ, അവസാന ദിനരാത്രങ്ങൾ, അവസാന പത്തുകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.
اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آمنا في أوطاننا يا رب العالمين. اللهم انصر المسلمين يا رب العالمين. اللهم أعز الإسلام والمسلمين يا رب العالمين. اللهم ربنا تقبل دعاءنا يا رب العالمين. اللهم أنقذ البيت المقدس يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم انصر إخواننا، اللهم انصر إخواننا، اللهم انصر إخواننا يا رب العالمين. آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه أجمعين.